കേരള സ്റ്റോറി എന്നുള്ളതിൽ കേരള സ്റ്റോറി, കേരളത്തിന്റെ സ്റ്റോറി എന്നതാണോ അതിലെ വിവാദം, അതോ അതിലെ കോണ്ടന്റ് ആണോ വിവാദം? കോക്രോച്ചുകൾ എന്ന് പറഞ്ഞാൽ ജോലിയും തൊഴിലും ഇല്ലാത്തവരാണ്, അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നത്. എഴുന്നേറ്റ് വല്ല പണിക്കും പോടാ എന്നുള്ളതാണ്. ഈ പണിക്ക് പോകാത്തവരല്ല ഇതിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഈ പറയുന്ന കോക്രോച്ച് പാർട്ടിയിലെ മെമ്പർ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ യുവാക്കൾക്ക് സ്വയം തൊഴിൽ ചെയ്യാനും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ ഒരു തൊഴിലായിട്ട് മാറ്റിയിട്ടുള്ള ഒരുപാട് യുവാക്കളുണ്ട്. അതൊരു നല്ല വരുമാന മാർഗം തന്നെയാണ്. മാറ്റകളെ പോലെ എന്നുള്ളൊരു പരാമർശം നടത്തി, അത് ഏത് കേസാണെന്ന് അതെവിടെ പറഞ്ഞു കേട്ടിട്ടില്ല, അതിനെപ്പറ്റി അറിയാമോ? ഇത് വരുന്നവർ ആരും ചോദിച്ചിട്ടില്ല. അതായത് ഞങ്ങൾ നടത്തിയ ഒരു പ്രതിഷേധം എങ്ങനെയാണെന്നുള്ളത് പറയാം. അതായത് കേരളത്തിനെ അപമാനിക്കാനായിട്ട് ഒരു കൂട്ടം ഗൂഢശ്രമം അജണ്ടകൾ കൈവരിച്ചിരുന്നവര് റീസെന്റ് ഇറക്കിയ ഒരു സിനിമയുണ്ട്, കേരള സ്റ്റോറി 2 എന്ന് പറയുന്നത്. ഞങ്ങളുടെ വിവാദം ഒന്ന്, ഈ സിനിമ വളരെ മോശം പടമാണ്. അതിന്റെ സബ്ജക്റ്റ് ആവട്ടെ, അത് എടുത്തിരിക്കുന്ന മെത്തേഡ്, അതെന്താന്ന് വെച്ചാല് ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ ഇന്ത്യയിലെ മൊത്തം ഈ ഒരു സ്റ്റോറി കേരളത്തിന്റെ പേരിൽ മാത്രം അച്ചടിച്ച് വന്നതാണോ നിങ്ങളുടെ പ്രതിഷേധം, അതോ ഈ ലൗകികാത ഒരു പ്രൊപ്പഗൻഡയാന്ന് പറയുന്ന ആളുകളുണ്ട്, അതിനെയാണോ നിങ്ങൾ എതിർക്കുന്നത്? ഈ കശ്മീർ ഫൈന് എന്ന് പറഞ്ഞാൽ അത് പ്രൊപ്പഗൻഡയാണോ? അതിനകത്ത് പ്രൊപ്പഗൻഡ ഇല്ലേ? ഇപ്പൊ എവിടെ നോക്കിയാലും സി ജെ പി എന്നൊരു പാർട്ടിയാണ്, മൂവ്മെന്റ് ആണ്, പാർട്ടിയല്ല മൂവ്മെന്റ് ആണ്. കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നമ്മളെല്ലാവരും ഇപ്പൊ CJP എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്, ഓരോരോ മൂവ്മെന്റ്സ് വരെ വാർത്തയാകുന്നുണ്ട്. നമ്മുടെ കൂടെ ഇന്നത്തെ ഒരു ഗസ്റ്റ് എന്ന് പറയുമ്പോൾ CJP മൂവ്മെന്റിലെ ഒരു അംഗമായ നിതിൻ നോബിൾ ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് CJP മൂവ്മെന്റ് മുന്നോട്ട് വെക്കുന്ന ആശയം, മാനിഫെസ്റ്റോസ് എന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. നിതിൻ നോബിളിന് നമ്മുടെ റെസ്പോൺസ് കെയറിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും CJP എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നിമിഷ നേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ സ്പ്രെഡായി. ഈ ഒരു സമയത്ത് നിതിന് എന്തുകൊണ്ടാണ് ഈ CJP എന്നൊരു മൂവ്മെന്റില് ഒരു അംഗമാകാനും ഇൻസ്പയർഡ് ആകാനും കാരണം? ഓക്കെ, തീർച്ചയായിട്ടും. ഈ CJP എന്ന പാർട്ടി എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഈ മൂവ്മെന്റ് എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിലെ യുവാക്കളെ കളിയാക്കാനായിട്ട് ഉപയോഗിച്ച ഒരു പദമാണ് കോക്രോച്ചസ് എന്നുള്ളത്. എന്നാൽ ആ കളിയാക്കലിനെ ഒരു സറ്റേറിക്കലായിട്ട് തന്നെ അതിനൊരു പ്രതിഷേധം അറിയിക്കാനായിട്ട് തുടങ്ങിയ ഒരു മൂവ്മെന്റ് ആണ് കോക്രോച്ച് ജനതാ പാർട്ടി. എങ്കിലും ഇന്ന് അത് ഒരു റിയൽ പ്രതിഷേധത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലെ കാര്യമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വേദിയാക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമേ ആയിട്ടുള്ളൂ. അതിലേക്കുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഇതിലേക്ക് ഇൻസ്പയർഡ് ആകാനായിട്ട് ഒന്ന്, ഇന്ത്യയിലെ യുവാക്കളെ മുഴുവനാണ് കളിയാക്കിയത്. അതിനകത്ത് നമ്മൾ എല്ലാവരും ഉൾപ്പെടും. രണ്ട്, ഇതിനകത്ത് ആരെയാണ് പുള്ളി കളിയാക്കിയത്, അല്ലെങ്കിൽ ആരെയാണ് ഇവർ പരിഹസിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് തങ്ങൾക്കൊപ്പം നിൽക്കാത്ത യുവാക്കളെ മാത്രമാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ നിന്നും ആ ചീഫ് ജസ്റ്റിസിന്റെ സെന്റൻസ് ഇങ്ങനെയായിരുന്നു: പാറ്റകളെ പോലെയാണ് ഇവർ, ചിലര് മീഡിയയിൽ സംസാരിക്കുന്നു, പ്രവർത്തകരെ പോലെയും അല്ലെങ്കിൽ സമൂഹ മാധ്യമരെ പോലെയും. അപ്പൊ ഇങ്ങനെ നിൽക്കുന്നവരെ, അതിൽ തന്നെ അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന അവരുടെ കൂടെ ഉള്ളവരെ അല്ല പറയുന്നത്, അവർക്കെതിരെ സംസാരിക്കുന്നവരെയാണ് അവർ കളിയാക്കുന്നത്. അങ്ങനെ എതിർ ശബ്ദമായിട്ട് കാലങ്ങളായിട്ട് നിൽക്കുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. അപ്പോ അത്തരത്തിലുള്ള എതിർ ശബ്ദങ്ങൾ ഒരുമിച്ചൊരു കുടക്കീഴിൽ വരുന്നു എന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും എനിക്കത് താല്പര്യമുള്ള കാര്യമാണ്. അത് തന്നെയാണ് ഈ ഒരു മൂവ്മെന്റില് ഞാൻ അണിചേരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇതിനു മുന്നേ ഏതെങ്കിലും പാർട്ടിയിൽ പ്രവർത്തിച്ച പരിചയമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി അംഗമാണോ നിതിൻ? പാർട്ടി അംഗമാണോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ള ആളല്ല. ഇടതുപക്ഷ രാഷ്ട്രീയം എന്റെ മനസ്സിനകത്തുണ്ട്. SFIയിൽ ഞാൻ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷേ ഈ ഒരു മൂവ്മെന്റ് ഇതൊരു പാർട്ടി ബേസ്ഡ് ഒരു മൂവ്മെന്റ് അല്ല. ഇതിനകത്ത് നമ്മൾ ഒരു പാർട്ടിയിലും അംഗമാവാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് എല്ലാ പാർട്ടികളിലും നടക്കുന്ന അഴിമതികളെയും അവരുടെ ഭരണത്തിലിരിക്കുന്നവർ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നതിനെതിരെയുമുള്ള ഒരു പ്രതിഷേധമാണ്. അത് എല്ലാ പാർട്ടികൾക്കും എതിരെ ഉണ്ടാവാം. എല്ലാ പാർട്ടികൾക്കും എതിരെ ഉണ്ടാകും. അപ്പൊ അതിന് ഇപ്പൊ നിലവില് എന്താണ് ചെയ്യുന്നത്? അതായത് ഇതിനു മുന്നേ ഈ പാർട്ടി പ്രവർത്തനം മാത്രമാണോ, അല്ലെങ്കിൽ സൈഡായിട്ട് മാത്രമാണോ ഈ പാർട്ടി എന്ന് വെച്ചാൽ SFIയുടെ അതും ഈ ഒരു ആശയത്തിലും എതിർ ശബ്ദമായിട്ട് നിൽക്കുന്നത് അങ്ങനെ മാത്രമാണോ? ഇതിനകത്ത് ഒരു തെറ്റിദ്ധാരണയുള്ളത്, കോക്രോച്ചുകൾ എന്ന് പറഞ്ഞാൽ ജോലിയും തൊഴിലും ഇല്ലാത്തവരാണ്, അങ്ങനെയുണ്ട്. ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നതും എഴുന്നേറ്റ് വല്ല പണിക്കും പോടാ എന്നുള്ളതാണ്. ഈ പണിക്ക് പോകാത്തവരല്ല ഇതിൽ വന്നിരിക്കുന്നത്. അത് അദ്ദേഹം അങ്ങനെ കളിയാക്കി, അൺഎംപ്ലോയിഡ് യൂത്ത് എന്ന് പറഞ്ഞ് കളിയാക്കിയെങ്കിലും ഇന്ന് ഈ പറയുന്ന കോക്രോച്ച് പാർട്ടിയിലെ മെമ്പർ ആയാലും അല്ലെങ്കിലുമുള്ള ഇന്ത്യയിലെ യുവാക്കൾക്ക് സ്വയം തൊഴിൽ ചെയ്യാനും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ ഒരു തൊഴിലായിട്ട് മാറ്റിയിട്ടുള്ള ഒരുപാട് യുവാക്കളുണ്ട്. അതൊരു നല്ല വരുമാന മാർഗം തന്നെയാണ്.
എനിക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് ഉണ്ട്. അതിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാനൊരു ചെറിയ സ്റ്റാർട്ടപ്പ് നടത്തുന്നുണ്ട്. അതിനകത്ത് അതെല്ലാം കാര്യമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ നമ്മളെ കളിയാക്കപ്പെടുന്നത് ഇവിടെ ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവരാണ് ഇത്തരത്തിൽ മാധ്യമത്തിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കിടന്ന് തിളയ്ക്കുന്നത് എന്നൊരു പ്രയോഗമാണ് അവരുടെ സൈഡിൽ നിന്ന്. പക്ഷേ ഈ പാർട്ടിയുടെ എലിജിബിൾ ക്രിറ്റീരിയ തന്നെ തൊഴിലില്ലായ്മ എടുത്ത് പറയുന്നുണ്ട്. ഒരു പക്ഷെ അതായിരിക്കാമല്ലോ, കാരണം എലിജിബിൾ ക്രിറ്റീരിയയിൽ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് തൊഴിലില്ലായ്മ. 24 മണിക്കൂർ സമൂഹ മാധ്യമങ്ങളിൽ ഇരിക്കണം, പിന്നെ ആക്റ്റീവ് ആയിരിക്കണം, ചെറിയൊരു സബ്ജക്ട് കിട്ടിക്കഴിഞ്ഞാലും എലാബറേറ്റ് സംസാരിക്കാൻ സാധിക്കണം, മടി ഉണ്ടാവണം. മടി അതാണ് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച കാര്യം, മടിയാണ്. അതിനകത്ത് നമ്മളിൽ ഉദ്ദേശിക്കുന്ന അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് തന്നെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന പല ജോലികളുണ്ട്, നമുക്ക് തരാമെന്ന് പലരും വാഗ്ദാനം ചെയ്തിരുന്ന വലിയ ഒരു ജോലി സാധ്യതയുണ്ട്. ഇന്ന് അതൊന്നും നമ്മുടെ മുമ്പിലില്ല. 2 കോടി തൊഴിലവസരങ്ങൾ തരുമെന്ന് 10 വർഷം 12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാൻ നമ്മളോട് പറഞ്ഞത് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോ ആ ഒരു തൊഴിലില്ലായ്മ അതൊരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ ഇതിനകത്ത് എല്ലാവരും തൊഴിലുകൾ ചെയ്യുന്നവരാണ്. ഇവരൊന്നും മറ്റാരും തരുന്ന പൈസക്ക് ജീവിക്കുന്നവരല്ല. ഇത് സ്പോൺസേർഡ് പരിപാടിയാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നവരല്ല. എല്ലാവരും അധ്വാനിക്കാൻ ശേഷിയുള്ളവരാണ്, നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അല്ലാതെ ഒരു പഠിത്തോ ജോലിയോ ഒന്നും ഇല്ലാത്തവരല്ല ഇതിനകത്ത്. എലിജിബിൾ ക്രിറ്റീരിയ എടുത്ത് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഒരു തെറ്റിദ്ധാരണ പൊതുവെ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞത് ഇതൊരു സിമ്പിളാണ്, ഇതൊരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. ഇപ്പൊ ഈ ജെൻസിയുടെ പ്രതിഷേധമാണെന്ന് പറയുന്നുണ്ട്. ഞാനൊരു ജെൻസിയിൽ പെട്ട ഒരാളല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ 80 വയസ്സുള്ള ആളുമുണ്ട്. ഞങ്ങൾ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ 50 വയസ്സിന് മേലെ പ്രായമുള്ള ആൾക്കാരാണ്. അപ്പൊ അവരെന്തുകൊണ്ട് വന്നു എന്ന് ചോദിക്കാം. അത് ഞങ്ങൾ ഈ ജെൻസിയുടെ പ്രതിഷേധം എന്ന് ഞങ്ങൾ പറയുമ്പോൾ മനസ്സിനകത്ത് ജെൻസി ആയിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സമൂഹം മുന്നോട്ട് വരണം എന്നുള്ളതാണ് ആഗ്രഹം. അത്തരത്തിലൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ഇന്ന് അവരുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് അറിയുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടെന്നല്ല, പക്ഷെ സ്റ്റിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ എന്താണെന്നും നമുക്കറിയാം. അവർക്കൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ മുൻപോട്ട് വരികയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ വലിയ ഭയത്തിലാണ് ജീവിക്കുന്നത്. ആ ഭയം ഞങ്ങൾക്കുമുണ്ട്. പക്ഷെ സ്റ്റിൽ അവരെക്കാളും കുറച്ചുകൂടെ ഭയം കുറവായതുകൊണ്ട് ഞങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ മുമ്പോട്ട് വരുന്നു. അപ്പൊ നിതിൻ പറഞ്ഞു വരുന്നത് ഈ ഒരു എലിജിബിൾ ക്രിറ്റീരിയയിലുള്ള തൊഴിലില്ലായ്മയാണ് ആദ്യത്തെ ഒരു മാനദണ്ഡം. പക്ഷെ ഈ പാർട്ടിയിലുള്ള എല്ലാവരും തൊഴിലില്ലാത്തവരല്ല. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളും ചെറിയ ചെറിയ രീതിയിൽ സമ്പാദിക്കുന്നവരാണ്. അപ്പൊ ആ ഒരു എലിജിബിൾ ക്രിറ്റീരിയ അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാല്, ഈ കല്യാണ ആലോചന നടത്തുന്ന സമയത്ത് ഈ ചിലപ്പോൾ തൊഴിലില്ലാത്തവൻ എന്ന കാറ്റഗറി വരുന്നത് തന്നെ ഗവൺമെന്റ് എംപ്ലോയി അല്ലാത്തവനാണ്. റിജക്ട് ആവുന്നുണ്ട്. അവൻ ചിലപ്പോൾ 3 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവനായിരിക്കും. പക്ഷെ അവിടെയും തൊഴിലില്ലാത്തവൻ എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിലാണ്. അതായത് ബേസിക്കലി ഞാൻ പറഞ്ഞുതരാം. ഞങ്ങള് നേരിടുന്ന ഒരു പരിഹാസമാണിത്. അതായത് BJPക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് നിനക്കൊരു ജോലിയും കൂലിയും ഇല്ലേ, ഈ ചോദ്യം. ആ ചോദ്യമാണ് അവിടെ അൺഎംപ്ലോയ്മെന്റ് ആയിട്ട് വരുന്നത്. അതായത് അതിനർത്ഥം എന്ന് പറയുന്നത് നമുക്ക് വേറെ എന്തെങ്കിലും ജോലിയും കൂലിയും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ BJPക്കെതിരെ സംസാരിക്കില്ലായിരുന്നു എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. തൊഴിലില്ലായ്മ എന്ന എലിജിബിൾ ക്രിറ്റീരിയ ഉള്ളത് എതിർ ശബ്ദം ഉയർത്തുമ്പോൾ ആ ഒരു വാക്കിനെ എതിർ ശബ്ദത്തിൽ നിന്ന് വരുന്ന വാക്കിനെയാണ് നിങ്ങൾ തൊഴിലില്ലായ്മ എന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. അല്ലാതെ തൊഴിലില്ലായ്മ വേലയും കൂലിയില്ലാതെ 24 മണിക്കൂറും മടി പിടിച്ചിരിക്കുന്ന ആ ഒരു കാറ്റഗറി പെടുത്തണ്ട, അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഫൈൻ. ഇനിയിപ്പോ നമ്മളിപ്പോ ചീഫ് ജസ്റ്റിസ്, അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു പാറ്റകളെ പോലെ എന്ന് പറഞ്ഞു. ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഈ ഒരു പാറ്റകളെ പോലെ എന്നുള്ള ഒരു പരാമർശം നടത്തി? അത് ഏത് കേസാണെന്ന് അതെവിടെ പറഞ്ഞു കേട്ടിട്ടില്ല. അതിനെപ്പറ്റി അറിയാമോ? ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. എനിക്കറിയാവുന്നിടത്തോളം ഇത് മെയ് 15, 2026 നടക്കുന്ന ഒരു സുപ്രീം കോടതിയിൽ നടന്ന ഒരു വാദത്തിന്റെ ബേസിലാണ് ഈ ചീഫ് ജസ്റ്റിസ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം പറയുന്നത്. അതൊരു കേസ് എന്നുള്ള രീതിയിലല്ല, ഒരു ലോയർ, അദ്ദേഹം ഒരു സീനിയർ അഡ്വക്കേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പെറ്റീഷൻ കൊടുക്കുകയും ആ പെറ്റീഷൻ ചീഫ് ജസ്റ്റിസ് കണ്ടിന്യൂസ്ലി നിരസിക്കുകയും ചെയ്യുകയും അതിനുശേഷം അദ്ദേഹം കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷനിൽ വരുന്ന ഒരു പദപ്രയോഗമാണ് ഈ ഒരു പാറ്റ പ്രയോഗം. ഇന്ത്യയിലെ യുവാക്കള് പാറ്റകളെ പോലെയാണ്. അതായത് സൂര്യകാന്തും ജോയ് മല്യ ബക്ഷി എന്ന് പറഞ്ഞിട്ട് 2 ചീഫ് ജസ്റ്റിസും ഇരുന്നിട്ട് സംസാരിച്ച, അതായത് വാദം കേട്ടുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞതാണ്
എന്താ പറയാ ഈ തൊഴിലില്ലാത്ത യുവാക്കൾ മാധ്യമ പ്രവർത്തകരെ പോലെ അതായത് സമൂഹ ചിലര് മാധ്യമങ്ങളിൽ ചില മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നുണ്ട്, അതേപോലെ സമൂഹ മാധ്യമങ്ങളിൽ RTI ആക്ടിവിസ്റ്റുകളെ പോലെയും അറ്റാക്ക് ചെയ്യുന്ന സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യുന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അദ്ദേഹം പാറ്റാന്നുള്ളൊരു പ്രയോഗം വെച്ചു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണോ ശരിക്കും ഈ കോക്രോച്ച് അദ്ദേഹം ഉപയോഗിച്ച കോക്രോച്ച് എന്ന് തന്നെയാണ് ഈ ഒരു പാർട്ടി രൂപപ്പെടാൻ കാരണം തന്നെ? അതെ, അത് തന്നെയാണ് ഇതിന്റെ ബേസിക് കാരണം എന്ന് പറയുന്നത്. അദ്ദേഹം കളിയാക്കിയതാണെങ്കിലും ഞങ്ങൾ അതൊരു പ്രചോദനമായിട്ട് എടുത്തിട്ടുണ്ട്. അത്തരത്തിൽ അത് പാറ്റകളെന്നോ പല്ലികളെന്നോ പഴുതാരകളെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. പക്ഷെ ഇന്ത്യയിലെ യുവാക്കൾ ഈ പറഞ്ഞതുപോലെ നിശബ്ദരായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് എന്തെങ്കിലും അറ്റാക്ക് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞെടുത്തുനിന്ന് ഞങ്ങളത് പുറത്തേക്ക് വരികയും ഒരു പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു വളർച്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അത് ഒരുപാട് പേര് അതിനൊപ്പം ഉണ്ടെന്നും അതിന് ശബ്ദമാവാൻ താല്പര്യപ്പെടുന്നു എന്നും നമ്മൾ മനസ്സിലാക്കി. ഇത് ഈ ഒരു മൂവ്മെന്റ് ഇപ്പോഴാണ് വന്നതെങ്കിലും ഞങ്ങളൊക്കെ ഒരുപാട് നാളുകളായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും പല കാലഘട്ടങ്ങളിലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ എന്താ പറയുക, ഇതുപോലെ ഈ ഒരു BJP കൈയടക്കി വെച്ചിരുന്ന ഒരു സുപ്രീമസി ഉണ്ട് എല്ലാ കാര്യത്തിലും. അതിനെ തച്ച് തകർക്കുന്ന ഒരു സംഭവമായിട്ട് മാറി ഈ ഒരു CJPയുടെ ഫോർമേഷനും അതിന്റെ സോഷ്യൽ മീഡിയയിലെ വളർച്ചയും. ഇതിനു മുന്നേ ഇതൊരു ഫോമായിട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു, അതോ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു? അതായത് തുടങ്ങിക്കഴിഞ്ഞ 4 ദിവസത്തോടെ മില്യൺസ് ഫോളോവേഴ്സ് ആണ് വന്നത്. ആ ഒരു അതിശയകരമായിട്ടുള്ള ഒരു വളർച്ചയും ഫോളോവേഴ്സിന്റെ അതും പിന്നെ X അക്കൗണ്ടിൽ ഈ ഒരു അക്കൗണ്ട് കളയുകയൊക്കെ ചെയ്ത സംഭവമുണ്ട്. പിന്നെ തിരുമ്പി വന്നെന്ന് പറഞ്ഞിട്ട് പല പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രചോദനം, അതായത് പ്രചോദനമായിട്ട് മാറുകയാണ് ചെയ്തത്. അതിനു മുന്നേ തന്നെ ഇതൊരു പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു ഇത്? ഈ CJP എന്ന് പറയുന്ന ഇപ്പൊ നടക്കുന്ന മൂവ്മെന്റ് പോലെയുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഭവം പറയാം. അതായത് ഞങ്ങൾ നടത്തിയ ഒരു പ്രതിഷേധം എങ്ങനെയാണെന്നുള്ളത് പറയാം. അതായത് കേരളത്തിനെ അപമാനിക്കാനായിട്ട് ഒരു കൂട്ടം ഗൂഢശ്രമം അജണ്ടകൾ കൈവരിച്ചിരുന്നവര് റീസെന്റ് ഇറക്കിയ ഒരു സിനിമയുണ്ട്, കേരള സ്റ്റോറി 2 എന്ന് പറയുന്നത്. കേരള സ്റ്റോറി 1 ഉണ്ട് 2 ഉണ്ട്. അതിന്റെ 2ാമത്തെ പാർട്ട് ഇറങ്ങിയ സമയത്ത്, ആദ്യത്തെ പാർട്ട് ഇറങ്ങിയപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉയർന്നു, പലരും അതിനെ എതിർത്ത് സംസാരിച്ചുവെങ്കിലും ആ പടം ഇറങ്ങുകയും അത്യാവശ്യം നല്ല രീതിയിൽ ഓടുകയും ചെയ്തു. ഇത് 2ാം ഭാഗത്തിൽ ഉണ്ടാകരുതെന്ന് ഞങ്ങൾ ഒരു കൂട്ടം യുവാക്കളാണ് ഇതിനായിട്ട് മുന്നിട്ടിറങ്ങിയത്. അതിൽ തന്നെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, ഫ്രെഡി വി ഫ്രാൻസിസ് എന്ന കോണ്ടന്റ് ക്രിയേറ്റർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ആ കൂട്ടായ്മയിൽ ലോയേഴ്സ് അടക്കം പങ്കെടുക്കുകയും അവര് ഈ ഒരു കേസ് ഫയൽ ചെയ്യുകയും അതിന്റെ മനീഷ അതിന്റെ ഒരു ദിവസത്തെ ഷോ ഞങ്ങൾ നിർത്തുകയും ചെയ്തു. ഒരുപാട് പേര് ഇത് പരാജയപ്പെട്ടു, പടം ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു ഇത്രയും വലിയൊരു സിനിമയുടെ ഒരു ദിവസത്തെ ഷോ കട്ട് ചെയ്തു എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിജയം തന്നെയാണ്, ഞങ്ങൾ നടത്തിയ പ്രതിഷേധമാണ്. ആ സമയത്ത് ഞങ്ങൾ കണ്ട ഒരു ഗ്യാതറിംഗ് ഉണ്ട്. അതായത് പല സ്ഥലങ്ങളിൽ നിന്നും, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നും ലോകത്തിലെ പല സ്ഥലങ്ങളിലെ മലയാളികളും ഒരുമിച്ച് ഈ കൂട്ടായ്മയെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ കൂട്ടായ്മയിൽ ഒത്തുചേരാനായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പാണ് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊപ്പം ആള് വരുമെന്ന്. ഇതിനുശേഷം ഈ കേസ് നടന്നതിന് ശേഷം ഞങ്ങൾ കേരളത്തിന്റെ യഥാർത്ഥ കഥകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു യാത്ര നടത്തി. അതെ, ഞാനും ഫ്രെഡി അജ്മൽ എന്ന് പറഞ്ഞ ഞങ്ങൾ 3 പേരായിരുന്നു യാത്രയിലുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പുറകിൽ ഒരുപാട് പേരുണ്ട്, പലരും വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ജോലിക്കും മറ്റു കാര്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ഒരു യാത്ര നടത്തി. ആ യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഓരോ ജില്ലയിൽ എത്തുമ്പോഴും ഒരു വലിയ കൂട്ടായ്മയാണ് ഞങ്ങൾക്കൊപ്പം വന്നിരുന്നത്. ഇവരെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഇത്തരത്തിലൊരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണമെന്ന് തന്നെയാണ്. ഇപ്പൊ അതിനൊരു ഭാഗ്യം ഉണ്ടായിരിക്കുന്നു, അതിന് ചുക്കാൻ പിടിക്കാൻ ചില ആളുകൾ മുന്നോട്ട് വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കും. അവരെ സപ്പോർട്ട് ചെയ്യാനും നമ്മളുടെ ഒപ്പം കൂടാനും ഒരുപാട് പേരുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ പറഞ്ഞു കേരള സ്റ്റോറി 1 വിജയകരമായിട്ട്, പക്ഷെ അതും പ്രദർശിപ്പിക്കുന്ന സമയത്ത് ഇവിടെ പോലീസ് പ്രൊട്ടക്ഷൻ പലയിടത്തും ഉണ്ടായിരുന്നു. ഇപ്പൊ സെക്കൻഡ് പാർട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ അതൊരു വലിയൊരു വിവാദം തന്നെ ആയിരുന്നു. പലയിടത്തും ഷോകൾ ഉണ്ടായില്ല, കാരണം തന്നെ ആളുകൾ വന്നില്ല, കാരണം വരാനുള്ള ആളുകൾക്ക് ഭയപ്പാടുണ്ടായിരുന്നു, കാണിക്കില്ല എന്നുള്ള മൈൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ സത്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, കേരള സ്റ്റോറി എന്നുള്ളതിൽ കേരള സ്റ്റോറി, കേരളത്തിന്റെ സ്റ്റോറി എന്നതാണോ അതിലെ വിവാദം, അതോ അതിലെ കോണ്ടന്റ് ആണോ വിവാദം? ഞങ്ങളുടെ വിവാദം ഒന്ന്, ഈ സിനിമ വളരെ മോശം പടമാണ്. അതിന്റെ സബ്ജക്ട് ആവട്ടെ, അത് എടുത്തിരിക്കുന്ന മെത്തേഡ് ആവട്ടെ, എല്ലാം ശരിയാണ്. സബ്ജക്ട് മോശമാണെന്ന് പറയാൻ കാര്യം ലവ് ജിഹാദായിട്ട് കണക്ട്. തീർച്ചയായിട്ടും അതെന്താന്ന് വെച്ചാല് ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ഞങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഒപ്പീനിയനിൽ പറയുന്നുണ്ട്, അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ടാവാം.
ഓക്കെ. പക്ഷേ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ എടുത്ത് ഇത് കേരളം മുഴുവൻ നടക്കുന്നതാണ് എന്ന് പറയുന്നത് കൊണ്ട് കേരളത്തിന് മുഴുവനായിട്ടും നാണക്കേട് ഉണ്ടാവുമെന്ന് നമ്മൾ കേരള സ്റ്റോറി ഒന്നിന്റെ റിലീസിൽ കണ്ടു. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോ മൂവ്മെന്റ് ഓക്കെ പ്രതിഷേധിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ ആ പ്രതിഷേധത്തിൽ എന്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കേരള സ്റ്റോറി ഇത് ലവ് ജിഹാദ് ഉണ്ടെന്നുള്ളത് സമ്മതിച്ചല്ലോ, ഓക്കെ. അതായത് പലയിടത്തും ഉണ്ട്. ഇതിപ്പോ എന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, കേരളത്തിൽ അതില്ല എന്ന് ഒഫീഷ്യലി രേഖകളിലൂടെ രേഖകളുണ്ട്, പക്ഷെ ഇവിടെ പല സംഭവങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ എറണാകുളത്ത് നിന്ന് തന്നെ അഞ്ചു ഒരു പെൺകുട്ടീനെ സിറിയയിലേക്ക് കടത്തിയ പല സംഭവങ്ങളും, അതുപോലെ അതിന് 3 പേരെ അടുപ്പിച്ച് ആദ്യത്തെ പാട്ട് അതങ്ങാണ്ടായിരുന്നു തോന്നുന്നു, സിറിയയിലേക്ക് കടത്തിയ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 3 പേരെ. പിന്നെ അതേപോലെ ഇപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രതിഷേധം പറഞ്ഞല്ലോ, ഈ കേരള സ്റ്റോറി എന്നുള്ള ഇപ്പൊ ഇന്ത്യയിൽ മൊത്തം ഈ ലവ് ജിഹാദ് നടന്നിട്ടുണ്ട്. അതിൽ കേരളം ഇന്ത്യയുടെ ഒരു സംസ്ഥാനമാണ്, കേരളത്തിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ ഈ ഇന്ത്യയിൽ മൊത്തമുള്ള ഈ ഒരു സ്റ്റോറി കേരളത്തിന്റെ പേരിൽ മാത്രം അച്ചടിച്ച് വന്നതാണോ നിങ്ങളുടെ പ്രതിഷേധം, അതോ ഈ ലവ് ജിഹാദിൽ നിങ്ങൾ ലവ് ജിഹാദ് ഒരു പ്രൊപ്പഗൻഡയാണെന്ന് പറയുന്ന ആളുകളുണ്ട്, അതിനെയാണോ നിങ്ങൾ എതിർക്കുന്നത്? ഇത് ഞങ്ങൾ എതിർത്തത് പർട്ടിക്കുലർ ആയിട്ട് ഇതിൽ കേരള സ്റ്റോറിയിൽ കേരളം മാറ്റണമെന്ന് തന്നെയാണ്. കാശ്മീരി ഫയൽസ് എന്ന് പറയുന്നത് കാശ്മീരിലെ ജനതയുടെ യഥാർത്ഥ കഥയാണെന്ന് പറഞ്ഞിട്ട് അവർ അവതരിപ്പിക്കുമ്പോൾ ഇത് കേരള സ്റ്റോറിയാണ്, ഇത് കേരളത്തിലെ യഥാർത്ഥ കഥ എന്ന് അവതരിപ്പിക്കപ്പെടുന്നു. ഇപ്പൊ കാശ്മീരി ഫയൽസ് ഡൽഹിയിൽ ഇരുന്ന് കണ്ട ഒരാളാണ് ഞാൻ. അവിടെ ആക്ച്വലി ആ പടം കണ്ടതിന് ശേഷം അവിടെ ഒരു കൂട്ടം ആളുകൾ ഇരുന്ന് കരയും. എല്ലാ ഷോക്കും അത് നടക്കുകയാണ്. ആ സമയത്ത് ആക്ച്വലി ആ വീഡിയോസും കാര്യങ്ങളൊക്കെ വൈറലായിരുന്നു. അപ്പൊ അത് യഥാർത്ഥ കാശ്മീരിന്റെ കഥയാണ് എന്ന് ഒരു പരസ്യം ചെയ്ത് കഴിഞ്ഞു. അത് കാശ്മീരി ഫയൽസ് നമ്മൾ കണ്ടത് പണ്ഡിറ്റുകള് പലായനം ചെയ്യുന്ന കഥയാണല്ലോ. അപ്പൊ ഒരു സുപ്രഭാതത്തിലല്ല, രാത്രിക്ക് കാശ്മീരി പണ്ഡിറ്റുകൾ അവിടുന്ന് പലായനം ചെയ്യുന്ന കഥയാണ്. ശരിക്കും കഥയല്ല, റിയൽ ആയിട്ട് നടന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അതിൽ ഏതോ പോയ ഒരു പണ്ഡിറ്റ് അവിടെ വന്നിട്ട് പഴയ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച റീലൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ കാശ്മീരി ഫയൽ എന്ന് പറഞ്ഞ അത് പ്രൊപ്പഗൻഡയാണോ? അതിനകത്ത് പ്രൊപ്പഗൻഡ ഇല്ലേ? പ്രൊപ്പഗൻഡയാണോ? പ്രൊപ്പഗൻഡ ഉണ്ട് അതിനകത്ത്. തീർച്ചയായിട്ടും അതിനകത്ത് പ്രൊപ്പഗൻഡ. ഞാൻ പറയട്ടെ, പലായനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കാശ്മീരിലെ പണ്ഡിറ്റുകൾക്ക് മാത്രമാണോ ഇത് സംഭവിച്ചിട്ടുള്ളത്? പല സ്ഥലങ്ങൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇത് ഇപ്പൊ ഈവൻ സിനിമ അടക്കമുള്ള ഇന്ത്യയിലെ പല മാധ്യമങ്ങളും വൺ സൈഡഡ് ആയി പോകുന്നില്ലേ? വൺ സൈഡഡ് ആയി പോകുന്നു. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിൾ ആണ് കേരള സ്റ്റോറി. ഇതുപോലെ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങളുടെ പ്രതിഷേധം വ്യക്തമായിട്ടും നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അത് കേരളത്തിന്റെ പൊതു കഥയാണ് ഇത് എന്ന് പറയുന്നതിനോട് ഞങ്ങൾ എതിർപ്പുണ്ട്. കേരളം തീർച്ചയായിട്ടും മതസൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ മനുഷ്യർ അങ്ങനെയാണ് ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും മറ്റൊരാളിനെ കാണുന്ന, മറ്റൊരു മതത്തിൽ കാണുന്ന ഒരാളിനെ പെട്ടെന്ന് എന്റെ മതത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. അതിന് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതൊരു മേജർ കഥയാണ്. അപ്പൊ അതെ, അങ്ങനത്തെ ആൾക്കാരുണ്ട് എന്ന് പറയുന്നതും അങ്ങനത്തെ ആൾക്കാരുടെ കഥയ്ക്ക് കേരള സ്റ്റോറി എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം. അതെ ഞാൻ പറഞ്ഞത് അത് കേരളത്തിന്റെ കഥയാണെന്ന് പറഞ്ഞതിനോടാണ് ഞങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. കേരളം എന്നൊരു വാക്കാണോ അവിടെ പ്രശ്നം, അതോ ലവ് ജിഹാദിനെ എതിർക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞു, ആൻസർ പറഞ്ഞു ലവ് ജിഹാദിനെ എതിർക്കും. അതിപ്പോ ഏത് മതത്തിലുള്ള ആളായിരുന്നാലും ഏതൊരു മനുഷ്യനായാലും അവൻ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിക്കാനും എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും. അവൻ ഒരിക്കലും മറ്റൊരാളിനെ നീ ചിന്തിക്കുന്നത് തെറ്റാണ്, നീ ഞാൻ പറയുന്നതാണ് ശരി, നീ എന്റെ ശരിയിലേക്ക് വരണമെന്ന് പറയുന്നത് തെറ്റാണ്. ആ ഓപ്ഷൻ തെറ്റാണ്. അതിന് ലവ് ജിഹാദ് എന്ന് വിളിച്ചാലും ഘർ വാപ്പസി എന്ന് വിളിച്ചാലും തെറ്റാണ്. അതെല്ലാം തെറ്റാണ്. പക്ഷേ ഈ സംഭവം പറയുമ്പോൾ അതിനെന്തുകൊണ്ട് കേരളത്തിന്റെ കഥ എന്ന് പേരിടുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതിഷേധം. അത് പ്രതിഷേധമായിട്ടുള്ള അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം കേരള സ്റ്റോറി എന്നുള്ളത് മാത്രം അതിൽ വരേണ്ട കാര്യമുണ്ടായില്ല. പക്ഷെ ആ ഒരു കേരള സ്റ്റോറിയിലെ കേരളത്തിന്റെ പേര് വെച്ചോണ്ട് അത് വച്ചതൊഴിച്ച് ബാക്കി അതിലെ കഥകളെല്ലാം സത്യസന്ധമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം തോന്നിയിട്ടുണ്ടോ? പേഴ്സണലി പറഞ്ഞാൽ മതി, തോന്നിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പറഞ്ഞാൽ മതി. കേരള സ്റ്റോറി 1 കുറച്ച് കാണാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ. കേരള സ്റ്റോറി 2 കാണാത്ത ആളാണ് ഞാൻ. കണ്ടിട്ടുണ്ടോ? ഇല്ല കേരള സ്റ്റോറി 2 കണ്ടിട്ടില്ല. ഇപ്പോഴും കണ്ടിട്ടില്ല. വന്നിട്ടും കണ്ടിട്ടില്ല. കേരള സ്റ്റോറി 2 കാണുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വയ്ക്കുന്നത്. കേരള സ്റ്റോറി 1 കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ സിനിമയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഞാനൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ്. അടിയാൻ എന്നാണ് സിനിമയുടെ പേര്. OTT റിലീസ്, സൈനഡ് OTTയിൽ 2022 റിലീസ് ചെയ്ത ഒരു സിനിമ. അപ്പോ നമുക്കൊരു സിനിമ കാണാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനകത്തൊന്ന്
കഥയാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത് കഥയാണ്. അതെ. ഇത് അതിനോടൊപ്പം ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്, ഡയലോഗ്സ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. ആ പ്രോസ്പെക്റ്റില് ആ ആസ്പെക്റ്റില് കാണുകയാണെങ്കിൽ ഒരു അരമണിക്കൂറിനപ്പുറം ആ സിനിമ കാണാൻ സഹിച്ചിരുന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് മാത്രം ഡബ് വേർഷൻ ആണോ, ഡബ് വേർഷൻ സ്റ്റാലിൻ ഉണ്ണികൃഷ്ണനാണോ പ്രശ്നം? തീർച്ചയായിട്ടും അതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞൊരു കാര്യം, അത് എന്താ പറയുന്നത്, അത് എന്റെ വീട്ടിനെ കുറ്റം പറയുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു ആത്മരോഷമില്ലേ, അത് ഇതിനകത്തൊരു പ്രകടമായിട്ടുള്ളതുണ്ട്. വീണ്ടും ഞാൻ പറയുന്നു ലവ് ജിഹാദ് എന്നത് തെറ്റ് തന്നെയാണ്. അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതാണ്. നേരത്തെ ഒരു അഞ്ജുന്റെ കഥ പറഞ്ഞതിനോട് മാത്രം ഞാൻ ഒന്ന് യോജിക്കുകയാണ്. അത് ഏതൊരു ആർട്ടിക്കിളിൽ കണ്ടതായിട്ട് ഞങ്ങൾക്കത് മെസ്സേജ് ആയിട്ട് വന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ആ ടൈമിൽ എറണാകുളത്ത് തൈക്കുടത്തുനിന്ന് ഞാൻ ഒരു 5 മിനിറ്റ് നോക്കി ഞാൻ ഫുൾ പേര് പറയാം, ഞാൻ ഇപ്പൊ പേര് മറന്നുപോയി. എറണാകുളത്ത് തൈക്കുടത്തു നിന്ന് ഒരു പെൺകുട്ടീനെ കൊണ്ടുപോയതാണ്, സിറിയയിലേക്ക് കൊണ്ടുപോയതാണ്, സ്നേഹിച്ച് ഇതേപോലെ തന്നെ കൊണ്ടുപോയതാണ്. ഇതേപോലെ ആ സമയത്ത് തന്നെ 3ഓളം പെൺകുട്ടികളെ ഇവിടുന്ന് കടത്തിയിട്ടുണ്ട്, സിറിയയിലേക്ക് കടത്തിയിട്ടുണ്ട്. കാരണം പ്രണയം മീഡിയയിൽ വന്ന ഒരു വാർത്തയാണോ? അതെ, വന്ന വാർത്തയാണ്. പ്രണയം പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് 2025 സോണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി വീട്ടിൽ ആത്മഹത്യ ചെയ്തു. എന്റെ ഒരു ഡൗട്ടാണ്, ഇപ്പൊ രണ്ടുപേരുടെ പേര് പറഞ്ഞു, പക്ഷെ ഒഫീഷ്യലി ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന് പിന്നെ എന്തുകൊണ്ടായിരിക്കും പറയുന്നത്? ഒഫീഷ്യലി ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നുണ്ട്, അത് ഞാനും കേട്ടു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ അന്യമതത്തിൽപ്പെട്ട് ഇപ്പൊ സോണിയ വർഗീസിന്റെ ഉദാഹരണം പറയാം. സോണിയ മറിയം വർഗീസ് 2025 ഭർത്താവിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത വ്യക്തിയാണ്. ആ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായിട്ട് ആ പെൺകുട്ടി എഴുതി വെച്ചിട്ടുണ്ട്, മതം മാറ്റാനായിട്ട് നിർബന്ധിച്ചു, കാരണം പൊന്നാനി കൊണ്ടുപോയി മതം മാറ്റാൻ നിർബന്ധിച്ചു, എനിക്ക് മതം മാറ്റാൻ താല്പര്യമില്ല. മാത്രമല്ല ഈ പെൺകുട്ടി വിശ്വസിച്ച് വന്ന ആ പുരുഷൻ മറ്റ് പെൺകുട്ടികളായിട്ട് ഇടപഴകി, ഏതോ ഒരു കേസിൽ റെയ്ഡ് എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അതിലൊക്കെയാണ്. അപ്പൊ ആ പെൺകുട്ടി വിളിക്കാനൊന്നും പറ്റത്തില്ല, കാരണം ഫോണൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ ആയി കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി ലെറ്റർ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്ത്, ആത്മഹത്യയിൽ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ജീവിച്ചിരുന്ന് കഴിഞ്ഞാൽ ഞാൻ പിന്നെയും അയാൾ അഡിക്ഷൻ ആയിട്ട് ഞാൻ അയാളെ പുറകെ പോകും, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാമെന്ന് ആത്മഹത്യക്കുറിപ്പിൽ ഉണ്ടായിട്ട് പോലും FIR റിപ്പോർട്ടിൽ ഈ ഒരു മതമാറ്റമാണെന്നുള്ള പരാമർശമില്ല. FIRൽ മതമാറ്റമാണെന്നുള്ള പരാമർശമില്ല. നോർമലി ആ പെൺകുട്ടി പീഡനം സഹിച്ചിരുന്നു, അതുകൊണ്ട് ആത്മഹത്യ ചെയ്തതെന്നാണ് പറയുന്നത്. അതെന്താണ് അങ്ങനെ അല്ല നോർമലി നമ്മളൊരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി ആത്മഹത്യ ചെയ്തവരുടെ കാര്യം നമുക്ക് അറിയത്തില്ല. ആത്മഹത്യാക്കുറിപ്പ് ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള എവിഡന്റ് ആണ്. ഞാൻ വീണ്ടും നേരത്തെ ചോദിച്ച ചോദ്യം, ഈ മെയിൻ സ്ട്രീം മീഡിയയിൽ ഇത് വന്നോ എന്ന ചോദ്യം ചോദിക്കാനുള്ള റീസൺ, ഇതുപോലെയുള്ള ആരോപണങ്ങൾ നമുക്കെതിരെ വന്നിരുന്നത്. അല്ലല്ല ഞാൻ പറയട്ടെ, ആ സമയത്ത് ഞങ്ങൾക്കൊരു മെയിൻ മീഡിയയുടെ ഒരു ലിങ്കോ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുള്ളതൊക്കെ ഒരു 1-2 ബ്ലോഗിന്റെ ലിങ്കാണ്. ആ ബ്ലോഗ് ആക്ച്വലി വളരെ എന്താ പറയാ, ഒരു സംഘപരിവാറിന്റെ സംഘടനയുടെ ഒരു ബ്ലോഗിൽ നിന്നാണ് അത് കാണാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ആത്മഹത്യക്കുറിപ്പ് കണ്ടിട്ടില്ല, ഞാൻ വായിക്കുന്നത് അല്ല. ഞാൻ പറയട്ടെ, ഞാൻ കാണുന്ന ന്യൂസ് ചാനൽ സംഘപരിവാറിന്റെ അജണ്ടയിലുള്ള ന്യൂസ് ചാനലല്ല, ഞാൻ വായിക്കുന്ന പത്രം സംഘപരിവാറിന്റെ ന്യൂസ് ചാനലല്ല, ഞാൻ സംസാരിക്കുന്ന സംഘപരിവാറിന്റെ വ്യക്തിയല്ല. കാരണം ഞാനൊന്നൊരു വ്യക്തിക്ക് ഞാൻ കേട്ടറിഞ്ഞ കാര്യങ്ങളും ഓരോ വാർത്തകളിലൂടെ നമ്മൾ കണ്ട കാര്യം. ഇപ്പൊ ഒരു വാർത്ത ഒരു ന്യൂസ് ചാനൽ ഇട്ടു, അതേ ന്യൂസ് ചാനൽ അപ്പുറത്ത് നമ്മൾ പോകും, എന്താണ് പറയുന്നത്, ചിലപ്പോൾ അമ്മയെ തല്ലി 2 പക്ഷം പറയുന്ന ആളുകളുണ്ട്. അപ്പൊ ഏതാ സത്യം നമുക്കറിയണം. ഇപ്പോഴത്തെ മാധ്യമ ചാനൽ എന്ന് പറയുമ്പോൾ അവരവരുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് വാർത്തകൾ കൊടുക്കുന്ന ടീംസ് ആണ്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഒരു വാർത്ത കണ്ടിട്ട് നമുക്ക് ഒരാളോട് ആ ഒരു വാർത്ത മാത്രം കണ്ട് അറിയാൻ പറ്റില്ല. കാരണം ഇപ്പുറത്ത് മറ്റൊരു വശമാണെങ്കിൽ അപ്പുറത്ത് വേറൊരു വശം വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരാളോട് ഇപ്പൊ മുമ്പിൽ നിന്ന് സംസാരിക്കുവാണെങ്കിൽ തന്നെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം മാത്രം, ഒരു പാർട്ടിയുടെ കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് സൈഡ്, മറ്റൊരു പാർട്ടി നെഗറ്റീവ് സൈഡ് പറയും, ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു പാർട്ടിയുടെ ഒരു ചാനലിൽ വെച്ചിട്ട് നമുക്ക് ഒരു കാര്യം വീക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ പറഞ്ഞ വാർത്തകൾ എല്ലാ ചാനലിലും വന്നതാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുണ്ട്, മനോരമയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വന്നിട്ടുണ്ട്. ആത്മഹത്യക്കുറിപ്പ് അടക്കം നമുക്ക് കണ്ടതാണ്, എല്ലാ ചാനലിലും കാണിച്ചതുമാണ്. അത് കഴിഞ്ഞ ശേഷം ആ ആത്മഹത്യാക്കുറിപ്പ് കാണിച്ചു, അതും ഇങ്ങനെ വ്യക്തമായിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോണിയയുടെ ഒരു പോസ്റ്റ് മറുവശത്തും കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നൊരു ന്യൂസാണ് FIR റിപ്പോർട്ടില് ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഏറ്റവും സ്പെസിഫൈ ആയത് മതം മാറ്റത്തെ നിർബന്ധിച്ചു എന്നുള്ള വാചകം ഇല്ല. കുട്ടി അവിടെ പീഡനത്തിന് ഇരയായതുകൊണ്ടാണ് കുട്ടി ആത്മഹത്യ ചെയ്തത്. അപ്പൊ നോർമലി ഒരു ഗാർഹിക പീഡനമായ ആ കേസ്, അതിനെ അങ്ങനെ മാറ്റിമറിക്കേണ്ട കാര്യം എന്തിരിക്കുന്നത്? ഒരു കാര്യം, ഒന്നിത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണാത്തൊരു കാര്യത്തിനെ കുറിച്ച് പറയുന്ന അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷെ ഈ പറഞ്ഞ പോയിന്റിൽ നിന്ന് ഇത്തരത്തിലൊരു ആത്മഹത്യക്കുറിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വലിയ വാർത്തയാക്കാനും ഈ ഒരു ഇതിനെ പറ്റിയിട്ട് വിവാദമുണ്ടാക്കാനും ശക്തമായിട്ട് പറ്റുന്ന ഒരു കേന്ദ്ര സർക്കാരും അതിനനുഭാവികളുമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ പറഞ്ഞതുപോലെ ഇത് ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് പോലും ലവ് ജിഹാദ് ഇല്ല എന്നാണ് പറയുന്നത്. കേരളത്തിലെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നല്ല പറയുന്നത്. അപ്പൊ അത്രയും ഈ പറഞ്ഞ പോലെ എവിഡന്റ് ആയിട്ട് ഒരു ആത്മഹത്യ കുറിപ്പിനകത്ത് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് വന്നില്ല എന്ന് എനിക്ക്
അറിയില്ല, കാരണം ഞാനത് കണ്ടിട്ടില്ല. ഞാനത് തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കാം. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിത് അന്വേഷിച്ചിട്ടുണ്ട്, ഞങ്ങളിത് കാണാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്കിത് കാണാൻ പറ്റിയിട്ടില്ല. ഇതുപോലെയുള്ള സ്പെസിഫിക് പേരുകളായിരുന്നു അന്ന് വന്നത്. എനിക്ക് ഈ പേര് തന്നെയാണോ എന്നും അറിയത്തില്ല. തീർച്ചയായിട്ടും ഞാനിത് കാണാൻ ശ്രമിക്കാം. ഞാനിത് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞ വരുന്നതുകൊണ്ടല്ല, നമ്മളിപ്പോ ഒരു കാര്യം സംസാരിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാച്ച് ചെയ്യാനും എളുപ്പമുണ്ട്, നോക്കാനും എളുപ്പമുണ്ട്, നമുക്ക് അതിനെപ്പറ്റി ഒരു ഫോളോ അപ്പും കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഞാനെടുത്ത് പറഞ്ഞതാണ്, അതുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ്. ഇനിയിപ്പോ അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ CJP പാർട്ടിയുടെ ആശയങ്ങളെ ഒരുപാട് മറ്റുള്ള പാർട്ടികളും മറ്റു രാഷ്ട്രീയക്കാരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിലും ഇപ്പൊ ജോൺ ബ്രിട്ടാസ്, CPM ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിലെ മമതാ ബാനർജി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഈ കോക്രോച്ച് മൂവ്മെന്റിനെ ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ അതിന്റെ കൂടെ നിൽക്കുന്നു, എതിർ ശബ്ദമായിട്ട് ഇനി വളർന്നു വരും, അതുകൊണ്ട് ഞാൻ നിൽക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ അപ്പൊ നമുക്കറിയാം, ഒരു മൂവ്മെന്റ്, ഒരാളുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എതിർക്കാനും ആളുണ്ടാവും, സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവും. അപ്പൊ ഈ എതിർ ശബ്ദങ്ങളെ അതായത് മറ്റു പാർട്ടിയിലെ ഈ ഒരു സപ്പോർട്ടീവിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിന്റെ ഒരു ബേസിക് പ്രശ്നം, ഇതൊരു രാഷ്ട്രീയ പാർട്ടി അല്ല ഇപ്പോഴും ഞങ്ങൾ പറയുന്നു. മറ്റേ നേരത്തെ പറഞ്ഞതെല്ലാം രാഷ്ട്രീയ പാർട്ടികളാണ്. തൃണമൂൽ ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, അത് രാഷ്ട്രീയ പാർട്ടികളാണ്. ഇപ്പൊ ഞങ്ങളുടെ ഈ ഒരു കോൺഗ്രസ് പാർട്ടി സ്ഥാപിച്ച ആളിനെതിരെ പോലും, അഭിജിത്തിനെതിരെ പോലും ഒരു ആരോപണം ഉന്നയിക്കുന്നത് അത് ആം ആദ്മി പാർട്ടിയിലെ പ്രവർത്തകനായിരുന്നു. അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, അതൊരു പൊളിറ്റിക്കൽ പാർട്ടി. ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്, പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഒരു മൂവ്മെന്റ് ആണ്. ഇവിടെ ഒരുപാട് ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് ഏത് പൊളിറ്റിക്കൽ, ഈവൻ BJP നിന്ന് ഒരാൾ വന്ന്, ഞങ്ങൾ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഈ നീറ്റ് പരീക്ഷയെ സംബന്ധിച്ച് പ്രശ്നമായിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നൊരു ഇതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്, ആവശ്യമാണ് ഞങ്ങൾ പറയുന്നത്. CTV ന്യൂസ് നടത്തിയ ഒരു സർവേക്കകത്ത് NDA സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു വലിയ ടീമിനെ അവർ സർവേ ചെയ്തു. നീറ്റ് പരീക്ഷയുമായിട്ടുള്ള ബന്ധപ്പെട്ട അത് മാത്രം. അതിനകത്ത് 58% പേർ NDA സപ്പോർട്ടേഴ്സ് പറയുന്നുണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അവരും ആ ചെയ്യുന്നത്, ഇപ്പൊ അയാൾ രാജിവെക്കണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ആവശ്യമാണ്. ആ ആവശ്യത്തിന് തീർച്ചയായിട്ടും എനിവേ ഞങ്ങൾ പറയുന്ന ആവശ്യമാണ്. ആ ആവശ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അയാളും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആവശ്യത്തിന് ഒപ്പം നിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞങ്ങളിത് രാഷ്ട്രീയ പാർട്ടികളെയല്ല നോക്കുന്നത്. ഈ ആശയത്തോട് അല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കൊപ്പം കൂടാൻ ആര് വന്നാലും സ്വാഗതം തന്നെയാണ്. ഈ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് വന്നത് അയാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ട്. ഒരു കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്നൊരു ദിവസം കള്ളുകൂടി നിർത്തി അയാൾ മര്യാദയ്ക്ക് നടക്കുകയാണെങ്കിൽ അപ്പോഴും അയാളെ കുടിയേറി വിളിക്കുന്നത് ശരിയല്ല. അല്ലെങ്കിൽ ഒരു ഭ്രാന്തുള്ളവൻ ഭ്രാന്ത് മാറിക്കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ ഭ്രാന്ത് എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന പോലെയാകും. അതെല്ലാം ഓക്കെ, ശരിയാണ്. അഭിജിത് ദീപ്കെ ആണ് അത്, അദ്ദേഹം US അല്ലെ, ഒരു പഠിക്കാനായിട്ടെങ്ങാണ്ട് പോയിരിക്കുകയല്ലേ. ഓക്കെ, അദ്ദേഹമാണ് ഈ ഒരു പാർട്ടിയുടെ സ്ഥാപകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അഭിജിത് ദീപ്കെയാണ്. നിമിഷ നേരം കൊണ്ട് തന്നെ അദ്ദേഹം പോലും വിചാരിച്ച് കാണില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയം ഉണ്ടായിരുന്നു. കാരണം ഇതിനു മുന്നേ ആം ആദ്മിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തത് അദ്ദേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു എന്താ പറയാ എലിജിബിലിറ്റി ഉണ്ട്, അതേപോലെ എങ്ങനെ നയിക്കാം എന്നുള്ളൊരു അറിവുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ഇപ്പോൾ അദ്ദേഹം ആം ആദ്മിയുടെ അംഗമാണോ, അതോ CJP പാർട്ടി ആയിട്ടുള്ള മൂവ്മെന്റ് തന്നെയാണ്? ആം ആദ്മിന്ന് ഇപ്പോഴും അദ്ദേഹം അതിലുണ്ടോ? ഇപ്പൊ ഞങ്ങളുടെ അറിവനുസരിച്ച് അദ്ദേഹം ഇപ്പൊ ആം ആദ്മിയിലെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പർ അല്ല. അദ്ദേഹം അതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഞങ്ങൾ പറയുന്നത്, ഇതിനകത്ത് ഇപ്പൊ അഭിജിത് ദീപ്കെ എന്നോ നിതിൻ നോബിളെന്നോ ഫ്രെഡി ഫ്രണ്ട്സ് അങ്ങനെ ഒന്നും പേരില്ല. ഇതിനകത്തുള്ള എല്ലാവരും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമാണ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളാണ്. അങ്ങനെ വന്നാൽ മാത്രമേ ഈ മൂവ്മെന്റ് എന്നുള്ള നിലയിൽ ഇത് സക്സസ് ആവത്തുള്ളൂ. ഇതിൽ ഓരോരുത്തർക്കും അയാളാണ് പ്രസിഡന്റ്, അയാളാണ് സെക്രട്ടറി എന്നുള്ള തോന്നൽ ഉണ്ടായാൽ മാത്രമേ ഈ CJP എന്ന പാർട്ടി അല്ലെങ്കിൽ എന്ന ആശയം കൃത്യമായ ആളുകളിലേക്ക് എത്തത്തുള്ളൂ. അത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങള് ഇലക്ഷന് നിൽക്കാനാണോ പ്ലാൻ? അങ്ങനെയല്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ആശയങ്ങൾ കൺവേ ചെയ്യാനായിട്ട്, ആശയങ്ങളോടെ നേരിടാനായിട്ടാണ് ഞങ്ങളുടെ എതിരാളികളോട് ആവശ്യപ്പെടുന്നത്. അത് നടക്കുന്നില്ല, അവര് പേഴ്സണലാണ് അറ്റാക്ക് ചെയ്യുന്നത്. എനിവേ, അതല്ല ഞങ്ങൾ പറയുന്നത്. ഇതിനകത്തുള്ള ഓരോ മെമ്പേഴ്സും എല്ലാവരും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്പറാണ്. അതാണ് ഞങ്ങൾ തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ഇപ്പോൾ പറയുവാണെങ്കിൽ, ഇപ്പൊ ധർമ്മേന്ദ്ര പ്രധാന്റെ കാര്യം പറഞ്ഞു, നീറ്റ് പരീക്ഷയുടെ കാര്യം പറഞ്ഞു, അതൊരു വലിയൊരു അത് തന്നെയാണ്, നമ്മൾ അംഗീകരിക്കുന്നു, സ്കാം തന്നെയാണ്. അതേപോലെ തന്നെ ഇപ്പോ നിങ്ങളുടെ ഈ ഒരു ആശയം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ റൂളിംഗ് പാർട്ടി ആയിട്ടിരിക്കുന്നത് BJP ആണ്.
അവർക്കെതിരെ മാത്രമാണോ, അതോ എതിരായിട്ട് ആര് അനീതി കാണിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എതിർ ശബ്ദമാകുമോ? ഇതില് ഞങ്ങൾ ഒരിക്കലും BJPക്ക് മാത്രം എതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനമല്ല, മൂവ്മെന്റ് അല്ല. ഗവൺമെന്റും ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റും ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇത് രണ്ടാണ്. എന്നാൽ ഗവൺമെന്റ് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഉപയോഗിക്കുന്നു. ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഇത് പല കാലഘട്ടങ്ങളിലും പലരും ചെയ്യുന്നതാണ്. ഇത് സംസ്ഥാനങ്ങളുടെ കാര്യമാവട്ടെ കേന്ദ്രത്തിന്റെ കാര്യമാവട്ടെ പലയിടത്തും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്. അങ്ങനെ പ്രതിഷേധിക്കുമ്പോൾ കേന്ദ്രമാവട്ടെ സംസ്ഥാനങ്ങളുടെ എണ്ണമാവട്ടെ ഏറ്റവും കൂടുതലുള്ളത് BJP ആണ്. അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായിട്ടും BJPക്കെതിരെ എന്നുള്ളൊരു പ്രതീകാത്മകത ഉണ്ടാവുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഞങ്ങൾ പറയുന്നുണ്ട്, നാളെ നമ്മൾ കേരള സംസ്ഥാനത്ത് നടക്കുന്ന ഒരു പ്രശ്നത്തെ പറ്റി കാണുകയാണ്, അതിനെതിരെ പ്രതിഷേധിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ കോൺഗ്രസിനെതിരെ എന്ന് പറയാം. അത് ആ ഭരണത്തിൽ ഇരിക്കുന്നവർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിനോട് ഞങ്ങൾ തീർച്ചയായിട്ടും എതിർപ്പാണ്. അതിനെതിരെയാണ് ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിലും ഈ ഒരു എതിർ ശബ്ദം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. പിന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ BJP എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, BJP ആണ് രാജ്യം, BJP ആണ് ഇന്ത്യ, BJP ആണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു ആശയം, ഹിന്ദുത്വ. ഒരിക്കലും അങ്ങനെ അല്ല എന്നും അതിനെതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങള് സംസാരിക്കുന്നത്, ഞങ്ങൾ BJPക്കെതിരെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും ആന്റി ഇന്ത്യൻ അല്ല, ഞങ്ങൾ ആന്റി BJP ആണ്. അങ്ങനെ പറയുന്നതിനോട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. ഞങ്ങൾ സംസാരിക്കുന്നത് BJPക്കെതിരെയാണ്, ഞങ്ങൾ ആന്റി ഹിന്ദുക്കളല്ല. ഞങ്ങൾ സംസാരിക്കുന്നത് എപ്പോഴും ആന്റി BJP എന്നാണ്, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾക്കെതിരെയാണ്. അത് ആ ചോദ്യങ്ങളും ആ പ്രതിഷേധങ്ങളും എല്ലാ കാലത്തും ഉണ്ടാവും. തീർച്ചയായിട്ടും. ഇപ്പോ BJPയുടെ ഹിന്ദുത്വ നിലപാട് അത് നമുക്ക് തെറ്റാന്ന് തോന്നുന്നുണ്ട് അല്ലെ? തീർച്ചയായിട്ടും. ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് അത് തെറ്റാ, ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മതത്തിന്റെ അടിസ്ഥാനം അത് ആധിപത്യം കാണിക്കുന്നത് തെറ്റാന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ 2047 ഇന്ത്യനെ മുസ്ലിം രാഷ്ട്രമാക്കണം എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു. അതിനോട് എന്താണ് തോന്നുന്നത്? ഇവിടെ ഈ ഹിന്ദുത്വ എന്നുള്ള ആ പോയിന്റില് ഏറ്റവും പ്രധാനപ്പെട്ടത്, അത് ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ, പാകിസ്ഥാൻ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും മുസ്ലിം കൺട്രിയാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവനാണ് യഥാർത്ഥ ആന്റി ഇന്ത്യൻ. അത് അവിടെ അവൻ എത്രത്തോളം ഈ നേരത്തെ പറഞ്ഞതുപോലെ എത്രത്തോളം ഇതിനെ മുസ്ലിം രാഷ്ട്രമാക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അവൻ കുഴപ്പക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അവനും കുഴപ്പക്കാരനാണ്. അത്രയും ഞങ്ങൾ പറയുന്നു. ഇന്ത്യ എന്ന് പറയുമ്പോൾ സെക്യുലർ ആണ്. ആ ഒരു രാജ്യത്തെ ഏത് മതമായിട്ട് മതമില്ലാതെ ജീവിക്കാനും അവന് സ്വാതന്ത്ര്യം ഉണ്ടാവും. അതെ, ഇപ്പൊ എനിക്കൊരു കാര്യത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ മതം ഏതൊരു അതിൽ അടിച്ചേൽപ്പിച്ചാലും അത് തെറ്റാന്ന് തന്നെയാണ് CJPയുടെ അജണ്ട. ഉണ്ട്. രണ്ട്, അതോടൊപ്പം ചേർത്ത് വെക്കേണ്ടത്, എന്റെ വിശ്വാസം എന്റെ ചിന്തകൾ ഒരിക്കലും മറ്റുള്ളവന്റെ തലയിൽ കയറാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് മാറാൻ പാടില്ല. അതാണ് ഇതിനകത്ത്